ആ കാറ് തോമസ് വൈദ്യൻ്റെ വീട്ടിലേക്കാണോ പോകുന്നതെന്ന് അറിയണം. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് വ്യക്തത കിട്ടും. എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര തേപ്പാണല്ലോ. തെളിവുകൾ ഓരോന്നായി കിട്ടുക. കണ്ണനും മഹാലക്ഷ്മിയും തമ്മിൽ വേർപിരിഞ്ഞെന്ന് കരുതി ഞാൻ ഉൾപ്പെടെയുള്ളവർ സന്തോഷിക്കുമ്പോൾ അവർ രണ്ടാളും മാറിയിരുന്ന് ചിരിക്കുവാണ്. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ മാഡം? ഒരു കുഴപ്പമില്ല. പിന്നെ സാർ ഇടയ്ക്കിടയ്ക്ക് വരണമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വിഷുവിന്റെ അന്ന് സദ്യയൊക്കെ സ്വന്തം വീട്ടിൽ വേണ്ട കേട്ടോ. രാവിലെ അങ്ങോട്ടേക്ക് വന്നേക്കണം രണ്ടുപേരും. അതുകൂടി പറയാനാ വന്നത്. ഞാൻ മഞ്ജുവിനെ ഇടയ്ക്ക് വിളിച്ചിരുന്നു. ആ, മഞ്ജു പറഞ്ഞായിരുന്നു. കണ്ണൻ സാറൊന്നും വരത്തില്ലേ? വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ണേട്ടന്റെ വീട്ടിലും വിഷുവിന്റെ ആഘോഷങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോ അവരെയൊക്കെ എന്തേലും പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് വേണ്ടേ കണ്ണേട്ടന് വരാൻ? എന്തായാലും വിഷുവായിട്ട് മാഡത്തിന്റെ അടുത്തുനിന്ന് വിട്ടു നിൽക്കാൻ സാറിന് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴാണെങ്കി അവന് ചെറിയ സംശയമൊക്കെ ഉണ്ടെന്നാ തോന്നുന്നേ ആ ഉണ്ണിക്ക്. ഇപ്പോ കർണയുടെ അച്ഛനും മേഘനും അതുപോലെ തന്നെ മേഘന്റെ അച്ഛൻ്റെ ഒക്കെ ആരോഗ്യസ്ഥിതി മോശമാണല്ലോ. പൂർണ്ണ ആരോഗ്യത്തോടുള്ളത് ആ ഉണ്ണിയാണ്. അതുകൊണ്ടിനി മാർക്കോയുടെ കയ്യിൽ നിന്ന് അടുത്തതായിട്ട് തല്ലുകൊള്ളാൻ പോകുന്നത് അവനായിരിക്കും. കമ്പനിയിൽ നിന്ന് അവനെ പറഞ്ഞു വിടുകയും ചെയ്തല്ലോ. അതിന്റെയൊക്കെ ദേഷ്യം എന്തായാലും അവന് കാണും. ദേഷ്യപ്പെട്ടുകൊണ്ട് അവൻ അവിടെ ഇരിക്കട്ടെ. കൺസ്ട്രക്ഷൻ കമ്പനിയിൽ അഴിമതി നടത്തി ഉണ്ണിയും അവന്റെ അമ്മാവനും കൂടി വെലസ് നടക്കുമായിരുന്നു. അതുപോലെ തന്നെ ജ്വല്ലറിയില് മേഘന്റെ ഭരണമായിരുന്നു. അതെല്ലാം അവസാനിച്ചതോടെ കമ്പനിയിൽ വൻ നേട്ടം ഉണ്ടായെന്നാ കണ്ണേട്ടൻ പറയുന്ന. അത് ശരിയാ സാഗറെ. മാസവരുമാനത്തിൽ വലിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ലക്ഷങ്ങളുടെ വ്യത്യാസം. കണ്ണേട്ടനിത് നേരത്തെ അറിയായിരുന്നു. ഇവരൊക്കെ ഇഷ്ടം പോലെ പൈസ എടുത്ത് മാറ്റുന്നുണ്ടെന്ന്. പിന്നെ അതൊക്കെ അങ്ങ് കണ്ണടച്ചു കൊടുക്കുകയായിരുന്നു. ഇപ്പൊ മേഘനും അവന്റെ അച്ഛനും ജോലിയൊന്നും ചെയ്യാൻ വയ്യ. എങ്കിലും മാസാമാസം അവർക്ക് കൊടുക്കേണ്ടത് കണ്ണേട്ടൻ കൃത്യമായി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഉണ്ണിക്കും അത്യാവശ്യം ജീവിക്കാനുള്ള പൈസ കൊടുക്കുന്നുമുണ്ട്. ആര് ചെയ്യും ഇങ്ങനെയൊക്കെ? എന്നിട്ട് മനസാക്ഷിയില്ലാതെ നടക്കുക. ഇനിയിപ്പോ അതേപ്പറ്റിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ലേഖേ. അവരുടെ സ്വഭാവം മാറ്റാൻ പറ്റുന്ന എനിക്ക് തോന്നില്ല. ആ, അപ്പഴേ സാഗറെ, വിഷുവിന്റെ കാര്യം മറക്കണ്ട. ഇത് സാറിനെ കണ്ടിട്ട് വരാം. ശരി.